ക്രിസ്റ്റഫർ നോളൻ എഴുതി സംവിധാനം ചെയ്ത് 2010 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഇൻസെപ്ഷൻ. ഉറങ്ങുന്ന ഒരാളുടെ സ്വപ്നത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അയാളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഒരു പുതിയ ആശയം കൊടുക്കുന്നു. പക്ഷേ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്ന അയാൾ വിശ്വസിക്കുന്നത് ആ ആശയം അയാളുടേതായിരുന്നു എന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇൻസെപ്ഷൻ്റെ അടിത്തറ തന്നെ ഈ ഒരു ചോദ്യമാണ്. ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് വിവരങ്ങൾ മോഷ്ടിക്കുന്ന വളരെ സമർത്ഥനായ ഒരാളാണ് കോബ്. കോബിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ അയാൾക്ക് അവസാനമായി ഒരു ജോലി ചെയ്യേണ്ടി വരുന്നു. അത് ഒരാളുടെ മനസ്സിൽ നിന്നും ഒരു വിവരം മോഷ്ടിക്കുക എന്നതായിരുന്നില്ല. പകരം ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് ഉപബോധ മനസ്സിലേക്ക് ഒരു പുതിയ ഐഡിയ നൽകുക എന്നതായിരുന്നു. അതിനായി കോബും കൂട്ടരും നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമ പിന്നീട് പറയുന്നത്. കഥ പോകെ പോകെ സ്വപ്നങ്ങളുടെ ഒന്നിലധികം ലെയറുകളിലേക്കും അനന്തമായി നീങ്ങുന്ന സമയത്തിലേക്കും ഫിസിക്സിനെ മാറ്റിമറിക്കുന്ന സ്ഥലങ്ങളിലേക്കും കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അതിനോടൊപ്പം സിനിമ പറയുന്നത് കുറ്റബോധത്തിൻ്റെയും നഷ്ടങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും കഥ കൂടിയാണ്. ഒരു സയൻസ് ഫിക്ഷൻ ഹൈസ്റ്റ് മൂവി എന്നതിനോടൊപ്പം ഒരു സൈക്കോളജിക്കൽ ഡ്രാമ കൂടിയാണ് ഇൻസെപ്ഷൻ. സിനിമയിലെ ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കറങ്ങുന്ന പമ്പരം, ഇടയ്ക്ക് കേൾക്കുന്ന ഫ്രഞ്ച് സംഗീതം, സ്വപ്നലോകത്തിൻ്റെ ഘടന, എളുപ്പത്തിൽ ഉത്തരം തരാത്തതെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ചോദ്യങ്ങളെല്ലാം വ്യക്തമായി പരിഹരിച്ച ക്ലൈമാക്സ് എന്നിങ്ങനെ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. 83ാമത് ഓസ്കാറിൽ 8 നോമിനേഷനുകൾ നേടിയ, അതിൽ 4 വിജയിച്ചതടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ചിത്രവുമാണ് ഇൻസെപ്ഷൻ. ഇൻസെപ്ഷൻ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ, സയൻസ് ഫിക്ഷൻ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ഞാൻ ഏറ്റവും അധികം റെക്കമെൻഡ് ചെയ്യുന്ന 5 സിനിമകളിൽ ഒന്നാണിത്. സോ സിനിമ കണ്ടതിന് ശേഷം വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ആമസോൺ പ്രൈമിലും ജിയോ ഹോട്ട്സ്റ്റാറിലും സിനിമ അവൈലബിൾ ആണ്. ഇൻസെപ്ഷൻ കണ്ടവരോട് ഈ സിനിമ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും മനസ്സിലാക്കണം എന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എനിക്കുറപ്പാണ് ഇനി പറയാൻ പോകുന്ന വിശദീകരണം നിങ്ങൾ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഡ്രീം ലെയറുകളിൽ സമയത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കുറയുന്നത്? ഇതിന് കാരണം ഫിസിക്കൽ റിയാലിറ്റിയിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ, ചിന്തകൾ ഒക്കെ വളരെ വേഗത്തിലാകും. അതുകൊണ്ട് റിയൽ വേൾഡിലെ 1 സെക്കൻഡ് സമയത്തിന് ചിന്തകളുടെ ഒരുപാട് ലെയറുകളിലുള്ള സ്വപ്നങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും. ഇതൊരു റിയൽ സൈക്കോളജിക്കൽ ഐഡിയയാണ്. ഇതിനെ ക്രിസ്റ്റഫർ നോളൻ വലിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് സ്വപ്നത്തിനകത്തുള്ള മറ്റൊരു സ്വപ്നം. അങ്ങനെയാകുമ്പോൾ ആഴത്തിലുള്ള ഓരോ സ്വപ്നത്തിലേക്ക് പോകും തോറും സമയദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കും. 1ാമത്തെ ലെവലിൽ മണിക്കൂറുകളായി തോന്നുന്നത് 2ാമത്തെ ലെയറിൽ ദിവസങ്ങളോ ആഴ്ചകളോ ആകാം. 3ാമത്തെ ലെയറിൽ മാസങ്ങളും വർഷങ്ങളും ആകാം. ലിംബോ ആണെങ്കിൽ ഒരു ലൈഫ് ടൈം മുഴുവനും ആകാം. സമയത്തിൻ്റെ ഒഴുക്ക് കുറയുന്നത് ഓരോ ഡ്രീം മിഷനിലും കൂടുതൽ ആഴത്തിലേക്ക് പോകും തോറും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടീമിലെ ഓരോരുത്തരുടെയും ഇമോഷൻസിനെ വരെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള കഥ പറച്ചിലും സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. റിയൽ വേൾഡിൽ വളരെ കുറച്ച് സമയം മാത്രം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും ലിംബോയിൽ ചെന്ന മാളിന് യഥാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടമായതിന് കാരണവും കോബിൻ്റെ മനസ്സിൽ പേടി നിറഞ്ഞതും ഒക്കെ ഈ സമയത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതുകൊണ്ടായിരുന്നു. സിനിമയുടെ കഥയിലെ ഒരു ഇമോഷണൽ എൻജിൻ സ്വപ്നലോകത്തെ ഈ ടൈം ഡയലേഷൻ അഥവാ സമയവ്യാപനമാണ്. എന്താണ് ടോട്ടത്തിൻ്റെ പ്രസക്തി? ഒരാളുടെ ടോട്ടത്തിൻ്റെ പ്രത്യേകതകൾ മറ്റൊരാൾ അറിയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡ്രീം വേൾഡിനെയും റിയൽ വേൾഡിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വകാര്യ ഉപകരണമാണ് ടോട്ടം. റിയൽ വേൾഡിൽ ഒരു പ്രത്യേക രീതിയിൽ മാത്രം പെരുമാറുന്ന, എന്നാൽ മറ്റൊരാളുടെ സ്വപ്നത്തിലായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ചെറിയ വസ്തുവാണ് ടോട്ടം. മറ്റൊരാളുടെ വാക്കിനെ വിശ്വസിക്കാതെ ഒരു വ്യക്തിക്ക് അയാൾ സ്വപ്നത്തിലാണോ അതോ ഉണർന്നിരിക്കുകയാണോ എന്ന് സ്വയം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഉപകരണവുമാണിത്. സിനിമയിൽ ആർതറിൻ്റെ ടോട്ടം ഒരു ലോഡഡ് ഡൈ അഥവാ ഭാരവ്യത്യാസമുള്ള ഒരു പകിടയാണ്. സ്വപ്നത്തിലായിരിക്കുമ്പോൾ പകിട എറിഞ്ഞാൽ അത് വീഴുന്നത് ഓരോ പ്രാവശ്യവും ഓരോ നമ്പറിലായിരിക്കും. എന്നാൽ ഉണർന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ മാത്രമായിരിക്കും അത് വീഴുക. എത്ര പ്രാവശ്യം ഡൈ എറിഞ്ഞാലും അത് വീഴുന്നത് ഒരേ നമ്പറിലായിരിക്കും. എങ്ങനെയാണത് വീഴുന്നതെന്ന് ആർതറിന് മാത്രമാണ് അറിയുക. അരിയാട്നയുടേത് ഭാരവ്യത്യാസം വരുത്തിയ ഒരു ചെസ് ബിഷപ്പ് അഥവാ ചെസ്സിലെ ഒരു ആനയാണ്. മാളിൻ്റേത് സ്പിന്നിംഗ് ടോപ്പ് അഥവാ കറങ്ങുന്ന പമ്പരമാണ്. ഒരാളുടെ ടോട്ടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മറ്റൊരാൾ മനസ്സിലാക്കിയാൽ സ്വപ്നലോകത്ത് ചെല്ലുമ്പോൾ 2ാമത്തെ ആൾക്ക് ആദ്യത്തെ ആളുടെ ടോട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയും. ടോട്ടത്തെ നിയന്ത്രിക്കുക എന്നാൽ അയാളുടെ റിയാലിറ്റിയെ നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. ആദ്യത്തെ ആൾക്ക് ടോട്ടം ഉപയോഗിച്ച് സ്വപ്നലോകത്തെ തിരിച്ചറിയാൻ കഴിയാതെ വരും. അതുകൊണ്ട് ടോട്ടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സീക്രട്ടായി വെക്കേണ്ടത് ആവശ്യമാണ്. മാളിൻ്റെ ടോട്ടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോബിന് അറിയാമായിരുന്നു. ലിംബോയിൽ നിന്ന് രക്ഷപ്പെടാനായി അത് ഡ്രീം സ്പേസ് ആണെന്ന് മാളിന് മനസ്സിലാക്കിക്കാൻ കോബ് ചെയ്യുന്നത് സീക്രട്ട് സേഫിലിരുന്ന മാളിൻ്റെ ടോട്ടം കറക്കി വിടുക എന്നതായിരുന്നു. പിന്നീട് മാൾ അത് നോക്കുമ്പോൾ എപ്പോഴും കറങ്ങുന്ന ടോട്ടം കാണുകയും
മനസ്സിൽ ഈ ലോകം ഡ്രീമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ ആശയം എന്നേക്കുമായി മാളിൻ്റെ മനസ്സിൽ ഉറച്ചു പോയതുകൊണ്ട് മാളിന് റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷവും അത് റിയൽ വേൾഡ് ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഓരോരുത്തരുടെയും ടോട്ടം ഒരു പേഴ്സണൽ ബൗണ്ടറി തീർക്കുകയാണ് ചെയ്യുന്നത്. ശരീരം ഉറങ്ങുകയായിരുന്നിട്ടും എന്തുകൊണ്ടാണ് സ്വപ്നലോകത്ത് വേദന അനുഭവപ്പെടുന്നത്? ഇതിന് പ്രധാന കാരണം സ്വപ്നലോകത്തുണ്ടാകുന്ന വേദന ശാരീരികമായതല്ല, പകരം മാനസികമായതാണ് എന്നുള്ളതാണ്. കാരണം സ്വപ്നത്തിലായിരിക്കുന്ന ആളിൻ്റെ തലച്ചോറ് എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു മുറിവുണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന വേദന ശരീരത്തിൽ ഫീൽ ചെയ്യും. മാത്രമല്ല, സ്വപ്നലോകത്തായിരിക്കുമ്പോൾ മരണപ്പെട്ടാൽ ലിംബോയിലേക്ക് ചെല്ലാനുള്ള സാധ്യതയെക്കുറിച്ചും ബ്രെയിനിന് അറിയാം. അതുകൊണ്ട് തന്നെ അപകടമോ മറ്റോ ഉണ്ടായാൽ ലിംബോയിലേക്ക് ചെല്ലുമെന്നുള്ള ബോധമുള്ളതുകൊണ്ടുള്ള ഭയവും വേദനയും ഉണ്ടാക്കും. സ്വപ്നലോകത്ത് വെച്ചുണ്ടാകുന്ന വേദന മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന് കൃത്യമായി ഡ്രീമിനെയും റിയാലിറ്റിയെയും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല എന്ന വസ്തുത. എക്സ്ട്രാക്ഷൻ ജോബിൽ തോറ്റുപോയിട്ടും എന്തിനാണ് സൈത്തോ കോബിനെ വിശ്വസിക്കുന്നത്? സൈത്തോയുടെ മനസ്സിൽ നിന്നും രഹസ്യവിവരങ്ങൾ ശേഖരിക്കാൻ കോബിന് കഴിഞ്ഞില്ല. പക്ഷേ ഡ്രീം എക്സ്ട്രാക്ഷൻ ടാസ്കിൽ നിന്നും സൈത്തോ കോബിനെക്കുറിച്ച് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റാർക്കും ഇല്ലാത്ത അത്രയും ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് കോബിനുണ്ടെന്നുള്ളതാണ്. കോബിൻ്റെയും ടീമിൻ്റെയും അച്ചടക്കവും എക്സ്ട്രാക്ഷൻ പാളിപ്പോയെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവസാന നിമിഷം നടത്തുന്ന പ്രവൃത്തികളും ഒരു ചെറിയ അവസരം പോലും മുതലെടുക്കാൻ ശ്രമിക്കുന്നതും എല്ലാം കോബിൻ്റെ ടീമിൻ്റെ മാത്രം കഴിവുകളാണ്. ഇൻസെപ്ഷൻ അഥവാ മറ്റൊരാളുടെ മനസ്സിലേക്ക് ഒരു ആശയം കൊടുക്കുന്നത് ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് സൈത്തോയ്ക്ക് അറിയാമായിരുന്നു. അത്രയധികം കഴിവുള്ള ഒരു സൈക്കോളജിക്കൽ കൊളാപ്സിൻ്റെ അത്രയും അടുത്തേക്ക് പോലും ധൈര്യത്തോടെ എത്താൻ കഴിയുള്ള ആൾക്ക് ഇത് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അത് കോബാണ്. സ്വപ്നത്തിൻ്റെ 3 ലെയറുകളിൽ റോബർട്ട് ഫിഷറിന് സംഭവിക്കുന്നത് എന്താണ്? സ്വപ്നത്തിൻ്റെ ആദ്യ ലെയറിൽ ഫിഷറിനെ തട്ടിക്കൊണ്ടു പോവുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഉദ്ദേശം ഫിഷറിൻ്റെ ഗോഡ് ഫാദർ പീറ്റർ ബ്രൗണിംഗ് ഫിഷറിനെ ചതിക്കുകയായിരുന്നു എന്ന ഐഡിയ ഫിഷറിൽ ഉണ്ടാക്കാനാണ്. എന്നാൽ ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് ഡിഫൻസ് തുടർച്ചയായി അറ്റാക്ക് ചെയ്യുന്നതിലൂടെ ബ്രൗണിംഗ് ചതിക്കുകയായിരുന്നു എന്ന ഐഡിയ പൂർണ്ണമായും ഫിഷറിലേക്ക് എത്തിക്കാൻ ടീമിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ആദ്യത്തെ ലെവലിൻ്റെ അവസാനം ഫിഷറിനെ പേടിപ്പിക്കുന്നതിന് പകരം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ടീം മാറും. രണ്ടാമത്തെ ലെയർ ഡ്രീമിലേക്ക് ചെന്ന് ഫിഷറിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഒരു ഹിഡൻ ട്രൂത്ത് കണ്ടുപിടിക്കാൻ സഹായിക്കാം എന്നും കോബിൻ്റെ ടീം പറയും. രണ്ടാമത്തെ ലെയറിൽ ഫിഷർ സ്വപ്നം കാണുകയാണെന്നും ബ്രൗണിംഗ് ഫിഷറിനെ ചതിക്കുകയാണെന്നും പൂർണ്ണമായും ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബോധ്യപ്പെടുത്തും. അടുത്ത ഡ്രീം ലെയറിലേക്ക് പോകണമെന്നും ഫിഷറിൻ്റെ അച്ഛൻ്റെ സീക്രട്ട് സേഫ് തുറക്കണമെന്നും ഫിഷറിനെ ബോധ്യപ്പെടുത്തും. അടുത്ത ലെയറിലേക്ക് പോകേണ്ടത് ഫിഷറിൻ്റെ സ്വന്തം തീരുമാനമായിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻസെപ്ഷൻ ചെയ്യാൻ പോകുന്ന ആശയം സ്വയം തോന്നിയതാണെന്ന് വരൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻസെപ്ഷൻ വർക്കാവൂ. രണ്ടാമത്തെ ലെയറിലും ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് ഡിഫൻഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ ലെയറിൽ അച്ഛൻ ഉണ്ടാക്കിയ സീക്രട്ട് വോൾട്ടിലേക്ക് കയറാനായി സ്വന്തം സബ് കോൺഷ്യസ് ഡിഫൻസിനെതിരെ ഫൈറ്റ് ചെയ്ത് ഫിഷർ ചെല്ലുന്നു. എന്നാൽ ആ ലെയറിൽ വെച്ച് മാൾ ഫിഷറിനെ കൊല്ലുന്നു. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ലിംബോയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഫിഷറിനെ കോബും അരിയാട്നയും ചേർന്ന് മൂന്നാമത്തെ ലെയറിലേക്ക് തിരികെ കൊണ്ടുവരും. അവിടെ വെച്ച് സീക്രട്ട് വോൾട്ട് തുറന്ന് ഫിഷർ അച്ഛനുമായി സംസാരിക്കുകയും അച്ഛൻ്റെ ബിസിനസ് സാമ്രാജ്യം ഉപേക്ഷിച്ച് പുതിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്ന ആശയം അംഗീകരിക്കുകയും ചെയ്യുന്നു. ശേഷം സ്വപ്നങ്ങളെല്ലാം തകർന്ന് എല്ലാവരും തിരികെ റിയാലിറ്റിയിലേക്ക് എത്തുന്നു. സ്വപ്നത്തിൻ്റെ ആദ്യ ലെയറിൽ മഴ പെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഫിഷറിൻ്റെ മനസ്സിലേക്ക് അയാളുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ബിസിനസ് സാമ്രാജ്യം ഉപേക്ഷിക്കുവാനും തൻ്റേതായ രീതിയിൽ പുതിയ ബിസിനസ് സാമ്രാജ്യം ആരംഭിക്കുവാനുമുള്ള ഐഡിയ ഇൻസെപ്റ്റ് ചെയ്യാനായി കോബും സംഘവും 3 ലെയറിലുള്ള സ്വപ്നങ്ങൾ നിർമ്മിച്ച് അതിൽ ഓരോ ലെയറിലേക്കും ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ടുപോവുകയുമാണ് സിനിമയിൽ പ്രധാനമായും ചെയ്യുന്നത്. ഇതിൽ എല്ലാ ലെയറുകളും നിർമ്മിച്ചിരിക്കുന്നത് അരിയാട്നയാണ്. അതായത് ഓരോ ലെയറിലെയും ഡ്രീം സ്പേസുകളെ ആർക്കിടെക്റ്റ് ചെയ്തിരിക്കുന്നത് അരിയാട്നയാണ്. ഇതിൽ ആദ്യത്തെ ലെയറിൽ തിരക്കുള്ള ഒരു സിറ്റിയാണ് അരിയാട്നെ നിർമ്മിച്ചത്. എന്നാൽ ആ ലെയറിലെ ഡ്രീമർ യൂസഫാണ്. സ്വപ്നങ്ങളുടെ ഓരോ ലെയറിലെയും വസ്തുക്കളെയും ആളുകളെയും ഒക്കെ തീരുമാനിക്കുന്നത് ആ ഡ്രീം ലെയറിലെ ഡ്രീമറാണ്. ഇവിടെ ആദ്യത്തെ ലെയറിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മഴ വരാൻ കാരണം പ്ലെയിനിൽ വെച്ച് ഡ്രീം ലെയറുകളിലേക്ക് എല്ലാവരും ചെല്ലുന്നതിന് മുൻപ് യൂസഫ് ഒരുപാട് വെള്ളം കുടിച്ചിരുന്നു. വയറ് നിറയെ വെള്ളം കുടിച്ച യൂസഫിന് അതുമൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ആ ഡ്രീം സിറ്റിയിൽ കനത്ത മഴയായി കാണിച്ചിരിക്കുന്നത്. സ്വപ്നങ്ങൾ എപ്പോഴും കൃത്യമായി കൺട്രോൾ ചെയ്തിട്ടുള്ള സിമുലേഷൻസ് കൊണ്ട് മാത്രമല്ല നടക്കുന്നത്. പകരം ഡ്രീമറിൻ്റെ ശരീരത്തിലെയും മനസ്സിൻ്റെ അവസ്ഥയെയും അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് കാണുന്നത് എന്നും സ്വപ്നങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പ്ലെയിനിൽ കയറുന്നതിന് മുൻപ് യൂസഫ് വയറ് നിറയെ വെള്ളം കുടിച്ചത് ഉള്ളത് പറഞ്ഞാൽ സിനിമയിലെ കഥയെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. മഴയില്ലായിരുന്നെങ്കിൽ കോബും സംഘവും സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി കാണാനും തിരിച്ചറിയാനും കഴിഞ്ഞേനെ. പക്ഷേ മഴയുണ്ടായിരുന്നതുകൊണ്ട് വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവുകയും
അതുകൊണ്ട് തന്നെ ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ടീമിനെ കാണുന്നതിലും അവരുടെ അറ്റാക്കിനെ തടയുന്നതിലും തോറ്റുപോയി. ഈ അറ്റാക്കിനിടയിലാണ് സൈത്തോയ്ക്ക് വെടിയേറ്റത്. ഇതുകൊണ്ടാണ് കോബിന് ലിംബോ സ്റ്റേറ്റിലേക്ക് പോകേണ്ടിയും വന്നത്. യൂസഫ് അത്രയധികം വെള്ളം കുടിച്ചില്ലായിരുന്നെങ്കിൽ, അയാളുടെ യൂറിൻ ബ്ലാഡർ അത്രയും നിറഞ്ഞില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ ലെവലിൽ തന്നെ അത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലായിരുന്നു. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഡ്രീം ലെയർ ഒരു ഹോട്ടലിൽ സെറ്റ് ചെയ്തത്? സ്വപ്നത്തിലെ രണ്ടാമത്തെ ലെയറിൻ്റെ ഉദ്ദേശം റോബർട്ട് ഫിഷർ സ്വപ്നം കാണുകയാണെന്നും അയാളുടെ വിശ്വസ്തനായ പീറ്റർ ബ്രൗണിംഗ് അയാൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയുമാണ്. രണ്ടാമത്തെ ലെയറിൻ്റെ ഡ്രീമർ ആർതറാണ്. കൃത്യമായ സ്ട്രക്ചറുകളുള്ള, അതിനോടൊപ്പം സേഫും എന്നാൽ ഫിഷർ എന്ന ബിസിനസ്സുകാരന് വിശ്വാസയോഗ്യവുമായ ഒരു പ്രൊഫഷണൽ സ്ഥലമാണ് ഹോട്ടലുകൾ. മറ്റാർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഫിഷറുമായി സംസാരിക്കുവാനും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും ആർതറിനും ഈംസിനും കോബിനും സാധിക്കുന്ന സ്ഥലം കൂടിയാണ് ഹോട്ടൽ. മാത്രമല്ല, രണ്ടാമത്തെ ലെയറിൽ വെച്ചാണ് ഫിഷറിനോട് ഇതൊരു സ്വപ്നമാണെന്നും ഇനി ഒരു ലെയറിലേക്ക് കൂടി പോയി അച്ഛൻ പറയാതിരുന്ന രഹസ്യം എന്താണെന്ന് കണ്ടെത്തണമെന്നും ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം സംസാരിക്കാനും അടുത്തൊരു ഡ്രീം ലെയറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളും ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രൊഫഷണലായ സ്ഥലം ഹോട്ടലിൽ ഒരു റൂം തന്നെയാണ്. മാത്രമല്ല, ഫിഷറിന് റിയാലിറ്റിയും ഡ്രീമും കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയാണ് വല്ലപ്പോഴും വിസിറ്റ് ചെയ്ത് പോവുക മാത്രം ചെയ്യുന്ന ഒരു ഹോട്ടൽ. അതുകൊണ്ട് തന്നെ അത് സ്വപ്നമാണെന്ന് കോബും സംഘവും പറഞ്ഞു കൊടുക്കുമ്പോൾ ഫിഷർ അത് വിശ്വസിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. മൂന്നാമത്തെ ലെയർ എന്തുകൊണ്ടാണ് മഞ്ഞ് മൂടിയ ഒരു രഹസ്യ സങ്കേതമായത്? മൂന്നാമത്തെ ലെയർ തണുത്തുറഞ്ഞ കനത്ത സുരക്ഷയുള്ള ഒരു മലമുകളിലെ കോട്ടയായി കാണിച്ചിരിക്കുന്നത് ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഏറ്റവും ആഴത്തിലുള്ളതും ഏറ്റവും സുരക്ഷിതവുമായിട്ടുള്ള ഭാഗമാണെന്ന് കാണിക്കാനാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ വോൾട്ട് എന്ന് പറയാവുന്ന ഒരു ഭാഗമായിട്ടും കാണാം. മാത്രമല്ല, മഞ്ഞുമൂടി കിടക്കുന്ന ആ ചുറ്റുപാട് റോബർട്ട് ഫിഷറിന് അയാളുടെ അച്ഛനുമായിട്ടുള്ളത് ഒരു കോൾഡ് റിലേഷൻ ആണെന്ന് കാണിക്കാൻ കൂടിയാണ്. സ്വപ്നങ്ങളുടെ 3 ലെയറുകളിലും വരുന്ന പട്ടാളക്കാർ ആരാണ്? ഈ പട്ടാളക്കാർ റോബർട്ട് ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രൊജക്ഷൻസ് ആണ്. റോബർട്ട് ഫിഷർ സബ് കോൺഷ്യസ് ഡിഫൻസ് ട്രെയിനിങ് നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സിൽ നിന്നും ഷെയർഡ് ഡ്രീമിംഗ് വഴി എക്സ്ട്രാക്ഷന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ കൊന്നൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പട്ടാളക്കാർ റോബർട്ട് ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രൊജക്ഷൻസ് ഫിഷറിൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്ന മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആൻറ്റിബോഡിയാണ്. ഈ പട്ടാളക്കാർ ഫിഷറിൻ്റെ സെക്യൂരിറ്റി ടീം ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ആരും ഫിഷർ എത്തിപ്പെട്ട ലിംബോയിൽ കാണാതിരുന്നത്? ഇതിന് പ്രധാന കാരണം ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് ഡൊമൈനിൽ ലിംബോ എന്നൊരു കാര്യമില്ലായിരുന്നു. ലിംബോ എന്താണെന്ന് ഫിഷറിന് അറിയില്ലായിരുന്നു. ലിംബോയിൽ ഉണ്ടായിരുന്നത് കോബും മാളും ചേർന്ന് നിർമ്മിച്ച നഗരവും അവരുടെ ഓർമ്മകളും അവരുടെ ഇമോഷൻസും ആണ്. അതുകൊണ്ട് തന്നെ ഫിഷറിൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിന് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഫിഷർ ലിംബോയിൽ എത്തിപ്പെടുന്നത് ഒരു ഇമോഷണൽ ഫോക്കസോട് കൂടിയോ സ്വപ്നത്തിലാണെന്നുള്ള ബോധത്തോടു കൂടിയോ പോലും ആയിരുന്നില്ല. ഏതാണ്ട് മനസ്സ് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഫിഷർ അവിടെ ചെല്ലുന്നത്. ഫിഷറിൻ്റെ സബ് കോൺഷ്യസ് ഡിഫൻസ് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നത് കൃത്യമായ സ്ട്രക്ചറുകളുള്ള ഡ്രീം ലെയറുകളിലോ തിരിച്ചറിയാൻ കഴിയുന്ന ഫ്രെയിം വർക്കുകളിലോ മാത്രമാണ്. ഫിഷറിനെ സംബന്ധിച്ചിടത്തോളം ലിംബോയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കോബിനെ സംബന്ധിച്ചിടത്തോളം ലിംബോയിൽ ഉള്ളതെല്ലാം അയാൾക്ക് അറിയാവുന്നതായിരുന്നു. ആദ്യത്തെ എക്സ്ട്രാക്ഷൻ സൈത്തോയുടെ ഒഡിയേഷൻ ആയിരുന്നെങ്കിൽ കോബോൾ എഞ്ചിനീയറിംഗിൻ്റെ ആളുകൾ എന്തിനാണ് കോബിനെ ആക്രമിക്കുന്നത്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കോബോൾ എഞ്ചിനീയറിംഗ് എക്സ്ട്രാക്ഷൻ കോബിനും സംഘത്തിനും കിട്ടിയ ഒരു റിയൽ ജോലിയായിരുന്നു. സൈത്തോയിൽ നിന്നും ഇൻഫർമേഷൻസ് അടിച്ചു മാറ്റുക എന്നതായിരുന്നു ജോലി. പക്ഷേ ആ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിനിടയിൽ ഇതൊരു സ്വപ്നമാണെന്ന് സൈത്തോ തിരിച്ചറിയുകയും എന്നാൽ ഒന്നും അറിയാത്ത രീതിയിൽ കോബിൻ്റെയും സംഘത്തിൻ്റെയും രീതികളെ പഠിക്കുകയുമാണ് ചെയ്തത്. അതായത് ഇത് ഒരേ സമയം കോബോൾ എഞ്ചിനീയറിംഗ് കൊടുത്ത ഒരു കൊട്ടേഷൻ ജോലിയുമായിരുന്നു. ആ ജോലിയെ സൈത്തോ ഓഡീഷനാക്കി മാറ്റുകയുമാണ് ചെയ്തത്. ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാൻ പറ്റാതെ വരികയും കോബോൾ എഞ്ചിനീയറിങ്ങിനെ എക്സ്പോസ് ചെയ്തതുകൊണ്ട് അവരുടെ ആളുകൾ കോബിനെ അറ്റാക്ക് ചെയ്യുകയുമായിരുന്നു. എന്നാൽ ഈ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിനിടയിൽ ഇവരുടെ പ്രവൃത്തികൾ മനസ്സിലാക്കുകയും കോബിൻ്റെ സ്കില്ല് തിരിച്ചറിയുകയും ചെയ്ത സൈത്തോ മറ്റൊരു ജോലി ഈ ടീമിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഫിഷർ മിഷനിൽ ഓരോ ലെയറുകളിലെയും ഡ്രീമേഴ്സ് യൂസഫ്, ആർതർ, ഈംസ് എന്നിവരാണെങ്കിൽ അരിയാട്നയുടെ ആവശ്യം എന്തായിരുന്നു? അരിയാട്നയാണ് 3 ലെയറുകളും അടങ്ങുന്ന ഡ്രീം വേൾഡിൻ്റെ ആർക്കിടെക്റ്റ്. അതായത് ഓരോ ലെയറുകളിലെയും ഡ്രീം സ്പേസിൻ്റെ സ്ട്രക്ചറും ലേഔട്ടും വഴികളും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഓരോ പുതിയ ലെവലുകൾ തുടങ്ങുന്നതിന് മുൻപ് ഓരോ ടീം അംഗങ്ങളുടെയും ഇമോഷണൽ നിലനിർത്തുന്നതും അരിയാട്നയാണ്. 3 ലെയറുകളിൽ ഒന്നിൽ പോലും അരിയാട്ന ഡ്രീമർ ആയിരുന്നില്ല. എന്നാൽ ഓരോ ഡ്രീം സ്പേസിലും ടീം അംഗങ്ങൾ സേഫായി പോകേണ്ടതും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതും അരിയാട്നയുടെ ഡിസൈനാണ്. കോബിനെ സംബന്ധിച്ചിടത്തോളം ഡ്രീം ലെവലുകളിൽ എത്തുന്ന കോബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് മാളിനോടുള്ള ഒബ്സഷനും മാളിൻ്റെ മരണത്തിന് ഉത്തരവാദിയായി എന്നുള്ള ചിന്തയുമാണ്.
ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോബിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ചെല്ലുമ്പോൾ കൃത്യമായി സൈക്കോളജിക്കൽ വഴികളിലൂടെ നയിക്കുന്നത് അരിയാഡ്നെയാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ മിനോറ്റോർ എന്ന കാളത്തലയുള്ള ഭീകരനെ കൊല്ലാൻ അനേകം ചുറ്റുവഴികളുള്ള ഒരു മെയ്സിലൂടെ വഴി തെറ്റാതെ യാത്ര ചെയ്യാൻ തെസിയൂസിനെ സഹായിച്ച രാജകുമാരിയാണ് അരിയാഡ്നെ. ഇൻസെപ്ഷനിൽ എല്ലാവരെയും വഴി കാണിക്കുന്നതും അരിയാഡ്നെയാണ്. ഡ്രീം സ്പേസിൽ ആർക്കിടെക്റ്റ് തയ്യാറാക്കിയ ഡിസൈനിൽ മാറ്റം വരുത്താൻ മറ്റുള്ളവർക്ക് കഴിയുമോ? മറ്റു പാർട്ടിസിപ്പൻസിന് ഡ്രീം വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്തുവാനും ഒരു പരിധിവരെ സാധിക്കും. പക്ഷേ അതിൽ ഒരുപാട് റിസ്ക്കും ഉണ്ട്. ആർക്കിടെക്റ്റ് പ്രധാനമായും ചെയ്യുന്നത് ഡ്രീം വേൾഡിൻ്റെ പ്രധാന രൂപത്തെ തയ്യാറാക്കുക മാത്രമാണ്. അതായത് ബിൽഡിങ്ങുകളും റൂമുകളും വഴികളും ടെക്സ്ചറുകളും ഡിസൈൻ ചെയ്യുക എന്നത്. ഡ്രീമറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ് സ്വപ്നലോകത്ത് ജനക്കൂട്ടങ്ങളെയും അവരുടെ പ്രവൃത്തികളെയും കാലാവസ്ഥയെയും മറ്റ് ജീവനുള്ള വസ്തുക്കളെയും നിറയ്ക്കുന്നത്. എന്നാൽ വളരെ സ്കിൽഡായിട്ടുള്ള സ്വപ്നസഞ്ചാരികൾക്ക് പുതിയ വസ്തുക്കളെയും പുതിയ ഐഡൻറ്റിറ്റിയെയും പുതിയ ആശയങ്ങളെയും കൊണ്ടുവരാൻ കഴിയും. സിനിമയിൽ ടോം ഹാർഡി അവതരിപ്പിച്ച ഈംസ് എന്ന ക്യാരക്ടർ അത്തരത്തിലൊരാളാണ്. ഫിഷറിൻ്റെ ഗോഡ്ഫാദറായ ബ്രൗണിംഗായി മാറുന്നത് ഈംസ് ആണ്. കോബിനും ഇത് ചെയ്യാൻ കഴിയും. പക്ഷേ ആ സമയങ്ങളിലൊക്കെ കോബിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലെ മാളിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഡ്രീമിനെ തകർക്കും. എന്നാൽ ഡ്രീം വേൾഡ് ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്റ്റിൻ്റെ ഭാവന ഒരിക്കലും യുക്തിക്കപ്പുറമായി മാറാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഡ്രീമറിൻ്റെ സബ് കോൺഷ്യസ് പ്രൊജക്ഷനിൽ നിന്നും അറ്റാക്ക് ഉണ്ടാവും. അരിയാഡ്നെയെ ഷെയർഡ് ഡ്രീം എന്താണെന്ന് പരിചയപ്പെടുത്തുന്ന രംഗത്തിൽ ഡ്രീം സ്പേസിനെ ഒരുപാട് അൺനാച്ചുറലായ രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ കോബിൻ്റെ സബ് കോൺഷ്യസ് പ്രൊജക്ഷൻസ് അരിയാഡ്നെയെ ആക്രമിക്കുന്നത് കാണാം. ഇതൊരു റിസ്ക് ഫാക്ടറാണ്. ഡ്രീം സ്പേസിലെ ബാലൻസ് എത്ര ലെവലുകൾ കടന്നുപോയാലും നിലനിർത്തുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിഷൻ ആവശ്യമായ ലോജിക്കലി നിലനിൽക്കുന്ന ഡിസൈൻ മാത്രമേ ആർക്കിടെക്റ്റ് ഉണ്ടാക്കാവൂ. ഡ്രൈവർ അതിനനുസരിച്ചുള്ള സബ് കോൺഷ്യസ് പ്രൊജക്ഷൻസ് മാത്രമേ അവിടെ ഫില്ല് ചെയ്യുവാനും പാടുള്ളൂ. ലിംബോയിൽ എന്താണ് സംഭവിക്കുന്നത്? ഷെയർഡ് ഡ്രീമിലെ ഏറ്റവും ആഴത്തിലുള്ള ലെവലാണ് ലിംബോ. അവിടെ സമയം അനന്തമായി കിടക്കുകയും അതോടൊപ്പം വ്യക്തമല്ലാത്ത ഉപബോധ മനസ്സിൻ്റെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗവുമാണുള്ളത്. ലിംബോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആർക്കിടെക്റ്റ് അല്ല. പകരം അവിടെയുള്ള ഡ്രീം സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം അവിടെ ചിലവഴിച്ചിട്ടുള്ള ആളുകളുടെ വൈകാരികമായിട്ടുള്ള എന്നാൽ ശക്തമായ ഓർമ്മകൾ കൊണ്ടും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടുമാണ്. കോബിനെയും മാളിനെയും സംബന്ധിച്ചിടത്തോളം ലിംബോ എന്നത് അവർ ഒരുമിച്ച് വർഷങ്ങളോളം സമയം ചിലവഴിച്ച് അവരുടെ ഓർമ്മകളിൽ നിന്നും എടുത്ത വസ്തുക്കളും കെട്ടിടങ്ങളും കൊണ്ട് നിറച്ച ഒരു സ്വപ്ന ലോകമാണ്. വർഷങ്ങളോളം അവിടെ ചിലവഴിച്ചതുകൊണ്ടും ആ ഡ്രീം സ്പേസിലെ സ്ഥലങ്ങളും വസ്തുക്കളും കെട്ടിടങ്ങളും എല്ലാം അവരുടെ ഓർമ്മകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതുകൊണ്ടും റിയാലിറ്റിയും ഡ്രീമും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നുണ്ട്. ലിംബോയിൽ നിന്നും അവിടെ എത്തിപ്പെട്ട ആൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് സ്വപ്നമാണെന്നും അവിടെ നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് റിയാലിറ്റിയിലേക്ക് എത്തുക എന്നതും കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ലിംബോയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാത്ത പക്ഷം അതൊരു സൈക്കോളജിക്കൽ പ്രിസൺ പോലെ സബ് കോൺഷ്യസ് മൈൻഡിലെ പേടിയും പാപവും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ഡാർക്ക് സ്റ്റേറ്റായി നിലനിൽക്കും. ഒരാൾക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. ഉറക്കത്തിൽ നിന്ന് അയാൾക്ക് ഉണരാനും കഴിയില്ല. ഫിഷറിനെ പിന്തുടർന്ന് എങ്ങനെയാണ് കോബും അരിയാഡ്നെയും ലിംബോയിൽ എത്തുന്നത്? വളരെ സ്ട്രോങ് ആയ സെഡറ്റീവ് ഉപയോഗിച്ചാണ് ഫിഷർ മിഷനിൽ ഓരോരുത്തരും ഷെയർഡ് ഡ്രീമിങ്ങിലേക്ക് പ്രവേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ലെവലിൽ വെച്ച് അതിലൊരാൾ മരണപ്പെട്ടാൽ അവർ ഉറക്കത്തിൽ നിന്നും ഉണരുകയല്ല ചെയ്യുക, പകരം ലിംബോയിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടാകുക. മൂന്നാമത്തെ ലെയറിൽ വെച്ച് ഫിഷറിനെ മാൾ വെടിവെച്ച് കൊല്ലുന്നതോടുകൂടി ഫിഷർ ലിംബോയിലേക്ക് എത്തും. ലിംബോയെക്കുറിച്ച് ഫിഷറിന് യാതൊരു അറിവില്ലാതിരുന്നതുകൊണ്ട് അവിടെ എത്തിപ്പെടുന്ന അയാളെ മാൾ ഒരു തരത്തിൽ ഇമോഷണൽ ട്രാപ്പിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അരിയാഡ്നെയും കോബും ലിംബോയിലേക്ക് ചെല്ലുന്നത് മൂന്നാമത്തെ ലെയറിൽ വെച്ച് മരിച്ചുകൊണ്ടല്ല, പകരം മറ്റൊരു ഡ്രീം ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ലിംബോയിൽ വെച്ച് മരിച്ചാൽ റിയാലിറ്റിയിലേക്ക് തിരികെ വരുമോ? സ്വപ്നത്തിലെ ഡ്രീം കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന നിയമം എന്നത് സ്വപ്നത്തിൽ വെച്ച് നിങ്ങൾ മരിച്ചാൽ റിയാലിറ്റിയിൽ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും എന്നുള്ളതാണ്. എന്നാൽ ഷെയർഡ് ഡ്രീമിങ്ങിലേക്ക് ചെല്ലുവാൻ ഉപയോഗിക്കുന്ന സെഡറ്റീവ് കെമിക്കൽ ശക്തി കൂടിയതാണെങ്കിൽ സ്വപ്നത്തിൽ വെച്ച് മരിച്ചാൽ ലിംബോ എന്ന സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഏറ്റവും ഇരുണ്ട ഭാഗം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന സ്വപ്നത്തിൻ്റെ അവസ്ഥയിലേക്ക് ചെന്നുപെടും. ലിംബോ എന്നതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ട്രാപ്പല്ല, അത് ഡ്രീം സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അവിടെ നിന്നും രക്ഷപ്പെട്ട് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ലിംബോ സ്റ്റേറ്റിൽ നിലനിൽക്കുമ്പോൾ തന്നെ അത് സ്വപ്നമാണെന്ന് ഡ്രീമേഴ്സ് സ്വയം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് അത് സബ് കോൺഷ്യസ് മൈൻഡിനെ ബോധ്യപ്പെടുത്തി ശേഷം ലിംബോയിൽ വെച്ച് മരിച്ചാൽ റിയാലിറ്റിയിൽ ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കാൻ കഴിയും. ലിംബോയിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഫിഷറും അരിയാഡ്നെയും റിയാലിറ്റിയിലേക്ക് എത്താതെ മൂന്നാമത്തെ ഡ്രീം ലെയറിലേക്ക് തിരികെ എത്തിയത് എങ്ങനെയാണ്? ലിംബോയിലെ വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുമാണ് ഫിഷറും അരിയാഡ്നെയും താഴേക്ക് ചാടുന്നത്. ലിംബോയിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി, അതായത് ആ ഡ്രീം ലെയറിൽ നിന്നും രക്ഷപ്പെടാനുള്ള കിക്ക്
അത് സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് മരിക്കുക എന്നതാണ്. ഫിഷറും അരിയാഡ്നെയും ചെയ്യുന്നതും അതുതന്നെയാണ്. എന്നാൽ ലിംബോയിൽ നിന്നും അവർ രക്ഷപ്പെടുമ്പോഴും ഫിഷർ മിഷനിലെ ഡ്രീം ചെയിനുകൾ ഒരെണ്ണം പോലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് അപ്പോഴും മൂന്നാമത്തെ ലെവലിലെ സ്വപ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. മൂന്നാമത്തെ ലെവലിൽ നിന്നും ഡ്രീം ഡിവൈസ് ഉപയോഗിച്ചാണ് കോബും അരിയാഡ്നെയും ലിംബോയിലേക്ക് ചെല്ലുന്നത്. കോബ് ലിംബോയിൽ നിലനിന്നെങ്കിലും അരിയാഡ്നെയെ ഫിഷറിനെയും കൊണ്ട് ഡ്രീം തീരുന്നതിന് മുൻപേ ലിംബോയിൽ നിന്നും പുറത്തു കടന്നു. അതുകൊണ്ട് അവർ എത്തിച്ചേർന്നത് അവരുടെ ഡ്രീം ബോഡികൾ നിലനിൽക്കുന്ന മൂന്നാമത്തെ ലെവലിലേക്കായിരുന്നു. ബാക്കിയുള്ള സമയം കൊണ്ട് മൂന്നാമത്തെ ലെയറിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഫിഷർ ചെയ്യുകയും ഓരോ ലെയറുകൾക്കും നിരനിരയായി കിക്കുകൾ കിട്ടുകയും ടീമിലെ എല്ലാവരും ഒരേ സമയം റിയാലിറ്റിയിലേക്ക് തിരികെ എത്തുകയും ചെയ്തു, രണ്ടുപേരൊഴികെ. മൂന്നാമത്തെ ലെവലിൽ വെച്ച് മരിച്ച സൈത്തോയെ തിരഞ്ഞ് ലിംബോയിൽ നിന്ന് കോബും. ലിംബോയിൽ കോബിന് പ്രായമാകാത്തതും സൈത്തോ വയസ്സനായതിനും കാരണം എന്താണ്? ഇതിന് കാരണം കോബ് ലിംബോയിൽ എത്തുന്നതിന് ഒരുപാട് മുൻപ് തന്നെ സൈത്തോയുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഭാഗം ലിംബോയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഫിഷർ മിഷനിലെ ആദ്യത്തെ ഡ്രീം ലെയറിൽ വെച്ച് തന്നെ സൈത്തോയ്ക്ക് വെടിയേറ്റു. സ്ട്രോങ് സെഡേഷനിലായിരുന്നതുകൊണ്ട് വെടിയേറ്റ ഉടനെ തന്നെ മരിച്ചു പോകും എന്നുള്ള ചിന്ത സൈത്തോയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായി. അപ്പോൾ മുതലേ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഭാഗം ലിംബോയിൽ എത്തിപ്പെട്ടിരുന്നു. തുടർന്ന് 2 ഡ്രീം ലെയറുകളിലേക്കും സൈത്തോ എത്തിയിരുന്നു. ഓരോ ലെയറുകളിൽ എത്തുമ്പോഴും സൈത്തോയുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ശരീരത്തിലേറ്റ മുറിവിൻ്റെ കാഠിന്യം കൊണ്ട് ലിംബോയിൽ അകപ്പെട്ടിരുന്നു. മൂന്നാമത്തെ ലെയറിൽ വെച്ച് സൈത്തോ മരിച്ചപ്പോൾ പൂർണ്ണമായും അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് യാഥാർത്ഥ്യം ഏതാണ്, സ്വപ്നം ഏതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത ലിംബോയിൽ തളയ്ക്കപ്പെട്ടു. മൂന്നാമത്തെ ലെയറിൽ നിന്നുമാണ് കോബ് ലിംബോയിലേക്ക് ചെല്ലുന്നത്. അപ്പോഴേക്കും സൈത്തോയുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാലങ്ങളോളം ലിംബോയിൽ ചിലവഴിച്ചു. ഈ കാലത്തിനുള്ളിൽ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ലിംബോയിൽ ഉണ്ടാക്കിയത് അയാളുടെ ഓർമ്മകളിൽ ഉണ്ടായിരുന്ന അയാളുടെ ലക്ഷൂറിയസ് മോഡേൺ ജാപ്പനീസ് മാൻഷനായിരുന്നു. അതിന് കാരണം ലിംബോയിൽ ഉണ്ടാക്കപ്പെടുന്ന കെട്ടിടങ്ങളും ഡിസൈനുകളും അവിടെ എത്തിപ്പെടുന്ന ആളുകളുടെ ഏറ്റവും ശക്തമായ, ഏറ്റവും ഇമോഷണലായ മെമ്മറിയിൽ നിന്നുമാണ്. സൈത്തോയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും പവർഫുൾ ആകുന്നതും ഇമോഷണലി ഏറ്റവും അറ്റാച്ച്ഡ് ആവുന്നതും അയാളുടെ ജാപ്പനീസ് മാൻഷനിലാണ്. അവിടെ അയാൾ ശക്തനാണ്. കോബ് എത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൈത്തോ ലിംബോയിൽ അകപ്പെട്ടതുകൊണ്ടാണ് അയാൾ വയസ്സനായി മാറിയത്. കോബും സൈത്തോയും ലിംബോയിൽ നിന്നും നേരിട്ട് റിയാലിറ്റിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? വയസ്സനായ സൈത്തോയെ കോബ് ലിംബോയിൽ വെച്ച് കണ്ടെത്തുന്നു. സൈത്തോ കോബിന് നൽകിയ വാഗ്ദാനം ഓർമ്മപ്പെടുത്തുന്നു. മിഷനിൽ കോബ് വിജയിച്ചാൽ തൻ്റെ മക്കളുടെ അടുത്തേക്ക്, തൻ്റെ ജന്മനാട്ടിലേക്ക് പോകാനുള്ള വഴി സൈത്തോ ഒരുക്കും എന്നത്. അത് കേൾക്കുമ്പോൾ സൈത്തോ സ്വപ്നലോകത്താണെന്നും റിയാലിറ്റി മറ്റൊന്നാണെന്നും തിരിച്ചറിയും. അപ്പോഴേക്കും ഫിഷർ മിഷൻ തീർത്ത് എല്ലാവരും റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തിയിരിക്കും. സെഡറ്റീവ് കെമിക്കലിൻ്റെ കാഠിന്യവും കുറഞ്ഞിരിക്കും. ലിംബോയിലെത്തിയ സൈത്തോയ്ക്കും കോബിനും ഇടയിൽ ഷെയർഡ് ഡ്രീമിൻ്റെ ലെയറുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മാത്രമല്ല അവർ രണ്ടുപേരും സ്വപ്നവും റിയാലിറ്റിയും തിരിച്ചറിയുകയും ചെയ്തിരുന്നു. രണ്ടുപേരും ലിംബോയിൽ വെച്ച് വെടിവെച്ച് മരിക്കുന്നു. റിയാലിറ്റിയിൽ പ്ലെയിനിനുള്ളിൽ ഉറക്കം ഉണർന്നെഴുന്നേൽക്കുന്നു. കോബിൻ്റെ ടോട്ടം ഏതാണ്? സിനിമ കണ്ട എല്ലാവരും കരുതിയിരിക്കുന്നത് പോലെ ആ പമ്പരം അത് കോബിൻ്റെ ടോട്ടം ആയിരുന്നില്ല, അത് മാളിൻ്റെ ടോട്ടം ആയിരുന്നു. സിനിമയിൽ ഒരിടത്തും കോബിൻ്റെ യഥാർത്ഥ ടോട്ടം കാണിക്കുന്നില്ല. സ്വപ്നത്തെയും റിയാലിറ്റിയെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടോട്ടം എന്ന വസ്തു കൃത്യമായി പ്രവർത്തിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഉടമയുടെ കയ്യിലിരിക്കുമ്പോൾ മാത്രമാണ്. അവർക്ക് മാത്രമാണ് ആ വസ്തുവിൻ്റെ സ്വഭാവം കൃത്യമായി അറിയുകയുള്ളൂ. മാളിൻ്റെ ടോട്ടമായ സ്പിന്നിങ് ടോപ്പിനെക്കുറിച്ച് കോബിന് എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മാളിൻ്റെ മനസ്സിലേക്ക് ഇൻസെപ്ഷൻ നടത്തുവാനായി സ്പിന്നിങ് ടോപ്പിനെ ലിംബോയിൽ വെച്ച് ഉപയോഗിച്ചിരുന്നു. കോബിൻ്റെ യഥാർത്ഥ ടോട്ടം സിനിമയിൽ കാണിക്കാതിരുന്നത് തന്നെ കോബിൻ്റെ സൈക്കോളജിക്കൽ ഇൻസ്റ്റെബിലിറ്റിയെയും റിയാലിറ്റിയെയും ഡ്രീമിനെയും കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയാത്തതിനെയും സൂചിപ്പിക്കാൻ കൂടിയാണ്. യഥാർത്ഥ അവകാശി അല്ലാത്തതുകൊണ്ട് തന്നെ സ്പിന്നിങ് ടോപ്പ് ഉപയോഗിച്ച് റിയാലിറ്റിയെയും ഡ്രീമിനെയും വേർതിരിക്കാൻ കോബ് നടത്തുന്ന ശ്രമങ്ങൾ പോലും പൂർണ്ണമായും പ്രേക്ഷകന് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. മാളിൻ്റെ ടോട്ടം കോബ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ലിംബോയിൽ അകപ്പെട്ട മാളും കോബും അവിടെ വർഷങ്ങളോളം ചിലവഴിച്ചു. കാലങ്ങൾ കഴിഞ്ഞു പോകും തോറും അത് ഡ്രീം സ്പേസ് ആണെന്നുള്ള കാര്യം മാളിന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ലിംബോയിലെ ഡ്രീം സ്റ്റേറ്റ് ആണ് റിയാലിറ്റി എന്നാണ് മാൾ കരുതിയിരുന്നത്. ലിംബോയിൽ അകപ്പെട്ട രണ്ടുപേരുടെയും സബ് കോൺഷ്യസ് മൈൻഡിന് ആ സ്റ്റേറ്റിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ റിയാലിറ്റി മറ്റൊന്നാണെന്ന് സ്വയം തിരിച്ചറിയേണ്ടതായിരുന്നു. കോബിനത് അറിയാമായിരുന്നു. എന്നാൽ മാളിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു സീക്രട്ട് സേഫിൽ വെച്ചിരുന്ന മാളിൻ്റെ ടോട്ടം അവൾ അറിയാതെ കോബ് എടുത്ത് കറക്കി അവിടെ തന്നെ വെച്ചു. സ്വപ്നത്തിലാണെങ്കിൽ ആ പമ്പരം കറങ്ങിക്കൊണ്ടേയിരിക്കും. ലിംബോ അവസ്ഥയിൽ പിന്നീട് ആ സീക്രട്ട് സേഫ് തുറന്നു നോക്കിയ മാളിന് നിൽക്കാതെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന പമ്പരം കണ്ടപ്പോൾ അപ്പോഴുള്ള ആ ലോകം റിയൽ അല്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ സംഭവിച്ചത് മാളിൻ്റെ മനസ്സിൽ പതിഞ്ഞത് അവൾ എത്തിപ്പെടുന്ന ഒരു ലോകവും റിയൽ അല്ല എന്ന ചിന്തയാണ്. സെൽഫ് ജനറേറ്റഡ് അഥവാ സ്വയം ഉണ്ടായ ചിന്തയായതുകൊണ്ട് തന്നെ അത് മാളിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്നെന്നും നിലനിൽക്കുന്നതുമായിരുന്നു.
ലിംബോയിൽ നിന്നും രക്ഷപ്പെടാൻ മാളും കോബും ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുന്നു. റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തിയ മാളിൻ്റെ മനസ്സിൽ ആ ലോകവും റിയൽ അല്ല എന്നുള്ള ചിന്തയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാനെത്തിയ ഹോട്ടലിൻ്റെ മുകളിലെ നിലയിൽ നിന്നും താഴേക്ക് ചാടി മാൾ മരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹോട്ടൽ ഡ്രീം സ്പേസ് സീറോ ഗ്രാവിറ്റിയിലേക്ക് പോകുന്നത്? സ്വപ്നം കാണുന്ന വ്യക്തിയുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ അതുമായി ലിങ്ക് ചെയ്ത രീതിയിലാണ് ഓരോ ഡ്രീം ലെവലുകളും. ഒന്നാമത്തെ ലെവലിൽ യൂസഫ് ഓടിച്ചിരുന്ന വാൻ പട്ടാളക്കാരുടെ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴ്ത്തുന്നുണ്ട്. ആ വീഴ്ച രണ്ടാമത്തെ ഡ്രീം ലെവലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഴുമ്പോൾ ഗ്രാവിറ്റി 0 അതുകൊണ്ടാണ് ഹോട്ടൽ സീറോ ഗ്രാവിറ്റിയിലാകുന്നത്. ഓരോ ലെവലുകളും അതിനു മുൻപുള്ള ലെവലുകളുടെ സ്ഥിരതയനുസരിച്ചാണ് നിലനിൽക്കുന്നത്. മറ്റൊരു രീതിയിൽ നോക്കിയാൽ സീറോ ഗ്രാവിറ്റി ഹോട്ടൽ റോബർട്ട് ഫിഷറിൻ്റെ മാനസികാവസ്ഥയിലെ അനിശ്ചിതത്വത്തെയാണ് കാണിക്കുന്നത്. ആർതർ ആണെങ്കിൽ മിഷൻ തീരുന്നതുവരെ ആ ലെവൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് വിവിധ ലെയറുകളിലെ സ്വപ്നങ്ങളിൽ നിന്നും ഒരൊറ്റ കിക്ക് കൊണ്ട് പുറത്തു വരാൻ കഴിയുക? കിക്ക് എന്നതൊരു പെട്ടെന്നുള്ള കുലുക്കമാണ്. അതുണ്ടാക്കുന്നത് വീഴാൻ പോകുന്നു എന്നുള്ള അനുഭവമാണ്. അപ്പോൾ ഉറക്കമുണർന്ന് എഴുന്നേൽക്കും. ഒരുപാട് ലെയറുകളുള്ള പരസ്പരം പങ്കുവെക്കപ്പെട്ട ഷെയർഡ് ഡ്രീം ആയിരിക്കുമ്പോൾ ഓരോ ലെയറുകളിൽ നിന്നും തൊട്ടു പുറകിലെ ലെയറുകളിലേക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിനെ ട്രാവൽ ചെയ്ത് എത്തിക്കേണ്ടത് ആവശ്യമാണ്. സ്വപ്നത്തിലെ ഓരോ ആഴത്തിലേക്ക് പോകുന്തോറും സമയദൈർഘ്യം കൂടി വരുന്നതായാണ് തോന്നുക. ആദ്യത്തെ ലെയറിലെ സെക്കൻഡുകൾ അടുത്ത ലെയറിലെ മിനിറ്റുകളും അതിനടുത്ത ലെയറുകളിലെ മണിക്കൂറുകളുമാണ്. ആദ്യത്തെ ലെയറിലെ കിക്ക് അടുത്ത ലെയറുകളിലേക്ക് പൊരുത്തപ്പെട്ടു പോയില്ലെങ്കിൽ സ്വപ്നത്തിലായിരിക്കുന്ന ആളുകളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൃത്യമായ ക്രമം കിട്ടാതെ പോവുകയും ഒരു ലെയറിൽ സ്റ്റക്കായി പോകുവാനും സാധ്യതയുണ്ട്. സിനിമയിൽ എപ്പോഴും കിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഒരു വീഴ്ചയോ ആണ്. മ്യൂസിക് ആണ് കിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നിയാൽ അത് തെറ്റാണ്. മ്യൂസിക് ഒരു വാണിംഗ് മാത്രമാണ്. കിക്ക് വരാൻ പോകുന്നു, നിങ്ങൾ ഈ ലെയറിൽ നിന്നും അടുത്തതിലേക്കും തുടർന്ന് സ്വപ്നത്തിൽ നിന്നും ഉണരാൻ പോകുന്നു എന്നറിയിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് മ്യൂസിക്. ക്ലൈമാക്സിലെ 3 ലെയർ സ്വപ്നത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് മഞ്ഞുകോട്ടയിലെ പൊട്ടിത്തെറിയിലൂടെയും എലിവേറ്റർ വീഴുന്നതിലൂടെയും വാൻ പുഴയിലേക്ക് വീഴുന്നതിലൂടെയുമാണ്. 3 ലെയറുകളുള്ള സ്വപ്നത്തിലായിരിക്കുമ്പോൾ അതും കൂടിയ സെഡേറ്റീവ് കെമിക്കൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടും പെട്ടെന്നുള്ള കിക്ക് വരുമ്പോൾ മനസ്സിനത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് കിക്ക് വരുന്നുണ്ട്, സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ തയ്യാറാവുക എന്ന് മനസ്സിനോട് പറയുന്ന ഒരു ടൂളാണ് കിക്കിന് മുൻപേ വരുന്ന ഫ്രഞ്ച് മ്യൂസിക്. എന്താണ് ഇൻസെപ്ഷൻ്റെ അവസാനം? സിനിമ തുടങ്ങുമ്പോൾ കഥയിലെ കഥാപാത്രങ്ങളുടെ മുൻപിലും സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ മുൻപിലും 2 ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, സൈത്തോയ്ക്ക് വേണ്ടി ഇൻസെപ്ഷൻ ജോലി ചെയ്യുക. അതാണ് റോബർട്ട് ഫിഷറിൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം കൊടുക്കാൻ കഴിയുക എന്നത്. അയാളുടെ അച്ഛനുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം പൂർണ്ണമായും ഇല്ലാതാക്കി തൻ്റേതായൊരു പുതിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന ആശയം. സിനിമയുടെ അവസാനം അവർ അത് നേടിയെടുക്കുന്നുണ്ട്. 2, കോബിൻ്റെ പേരിലുള്ള കേസ് ഒഴിവായി അയാൾക്ക് തൻ്റെ മക്കളുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുക. സിനിമയുടെ അവസാനം ഇതും സംഭവിക്കുന്നുണ്ട്. ഇതിനിടയിൽ അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം സിനിമ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന 2 കാര്യങ്ങളും സിനിമ അവസാനിക്കുമ്പോൾ നേടിയെടുത്തു കഴിഞ്ഞു. പമ്പരം കറക്കി വിട്ട് ഡ്രീമാണോ റിയാലിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കോബിന് പോലും അതിൻ്റെ റിസൾട്ട് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് അത് കറങ്ങിത്തീരുന്നതിന് മുൻപ് തന്നെ കോബ് മക്കളുടെ അടുത്തേക്ക് ഓടുന്നത്. അയാളുടെ മക്കളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവരുടെ മുഖം വീണ്ടും കണ്ടു കഴിഞ്ഞു. അത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്നതിനെക്കുറിച്ച് പ്രേക്ഷകൻ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നതാണ് വാസ്തവം. ഇനി അതല്ല, ഇത് അറിഞ്ഞേ തീരൂ എന്നാണെങ്കിൽ ഇതിനുത്തരം സിനിമയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അതിന് കാരണം കോബിന് യാഥാർത്ഥ്യവും സ്വപ്നവും തിരിച്ചറിയാനുള്ള കഴിവ് പൂർണ്ണമായും ഇല്ല എന്നതാണ് വസ്തുത. കാരണം അയാൾ ഉപയോഗിക്കുന്ന ടോട്ടം അയാളുടേതല്ല. അപ്പോൾ സിനിമ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഏതോ സ്വപ്നലോകത്ത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ഒരാളുടെ ടോട്ടം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പൂർണ്ണമായും അറിയാവുന്നത് അയാൾക്ക് മാത്രമാണ്. മാൾ മരിച്ചതോടുകൂടി ആ ടോട്ടത്തിൻ്റെ യഥാർത്ഥ ഓണർ പോയി. ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത മാത്രമായിരുന്നിരിക്കാം നിർത്താതെ കറങ്ങുന്നത്. മറ്റു പ്രത്യേകതകൾ ഉണ്ടായിരുന്നിരിക്കാം, അത് ആർക്കും അറിയില്ല. ഇനി സിനിമയ്ക്ക് പുറത്തു നിന്നും ചിന്തിച്ചാൽ കോബിൻ്റെ മെൻറ്ററായും മാളിൻ്റെ അച്ഛനുമായുള്ള ക്യാരക്ടറായി അഭിനയിച്ച മൈക്കിൾ കെയ്ൻ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞത് അദ്ദേഹം വരുന്ന രംഗങ്ങളൊക്കെ റിയാലിറ്റി ആണെന്നും അദ്ദേഹം ഇല്ലാത്ത രംഗങ്ങൾ ഡ്രീം ആണെന്നുമാണ്. ക്ലൈമാക്സിൽ കെയ്ൻ ഉള്ളതുകൊണ്ട് അത് റിയാലിറ്റിയാണ്. മാത്രമല്ല, ക്രിസ്റ്റഫർ നോളൻ തയ്യാറാക്കിയ ഫിഷർ ടാസ്കിലെ ഡ്രീം ലെയറുകളുടെ ചിത്രത്തിൽ അവസാനം എല്ലാവരും 747 വിമാനത്തിലേക്ക് തിരികെ എത്തുകയും അവിടെ നിന്ന് ഹോം അഥവാ വീട്ടിലേക്ക് പോകുന്നു എന്നുമാണുള്ളത്. ഇതുകൊണ്ട് തന്നെ സിനിമയുടെ അവസാനം റിയാലിറ്റി ആണെന്ന് പറയാം. ഇൻസെപ്ഷൻ ഒട്ടുമിക്ക പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സിനിമയാണ്. പക്ഷേ സിനിമാറ്റിക് എക്സ്പീരിയൻസ് മറക്കാനാവാത്തതുമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സയൻസ് ഫിക്ഷൻ സിനിമയായ 2004 ഇറങ്ങിയ പ്രൈമർ എന്ന സിനിമയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. പ്രൈമർ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കൂ. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.
പ്രൈമർ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇൻസെപ്ഷൻ വളരെ എളുപ്പമായിരുന്നു എന്ന്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.